എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് കെമിസ്ട്രിയിൽ ഒന്നാമത്തെ യൂണിറ്റിലെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമുക്ക് ഹൈഡ്രജന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഒന്ന് നോക്കാം. ഹൈഡ്രജനെ നമ്മൾ എഴുതുന്നത് അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് H ആണ്. അതിൻ്റെ അറ്റോമിക് നമ്പർ എഴുതുന്നത് ഇടതുവശത്തായിട്ടാണ്. പല കൂട്ടുകാരും പല പല സ്ഥലങ്ങളിൽ എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എഴുതാറുണ്ട് അല്ലേ, കാപ്പി വലുതായിട്ടൊക്കെ കുറച്ചങ്ങോട്ട് മാറ്റി മേളിൽ എഴുതുന്നവരുണ്ട്, ഈ സൈഡ് എഴുതുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ എഴുതരുത്. എഴുതുമ്പോൾ അതിൻ്റെ ഇടതുവശത്തായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എഴുതാൻ അറിയാം, വളരെ എളുപ്പമാണ്. 1s1 അറ്റോമിക് നമ്പർ ആണ് ഈ ഹൈഡ്രജന് തൊട്ട് താഴെ കാണുന്ന, ഈ ഇടതുവശത്ത് കാണുന്ന ഈ നമ്പർ അല്ലേ. അപ്പോൾ ഇലക്ട്രോൺസിന് എത്ര എണ്ണം ഫില്ല് ചെയ്ത് കാണും? ഒരു ഇലക്ട്രോൺസേ ഉള്ളൂ അല്ലേ. അറ്റോമിക് നമ്പറിന്റെ എണ്ണവും ഇലക്ട്രോൺസിന്റെ എണ്ണവും എന്താണ്? ഒരു മൂലകത്തിന്റെ അറ്റോമിക നമ്പറും ഇലക്ട്രോൺസിന്റെ എണ്ണവും എന്താണ്? സെയിം ആണ്. അപ്പൊ നമുക്ക് നോക്കാം. 1s1 നമ്മളിന്ന് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ കുറേയധികം തെറ്റുകൾ കുട്ടികൾ വരുത്തുന്നതായിട്ട് കാണാം. ചില തെറ്റുകൾ വരുത്തുന്നത് കാണാം. എത്ര നന്നായി പഠിക്കുന്ന കുട്ടിയാണെങ്കിലും സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ആദ്യത്തെ എഴുതി 1 മുതൽ ഒരു 19 വരെ കുഴപ്പമില്ല, നന്നായിട്ട് നമുക്ക് എഴുതി പോകാം. ഈ 19 കഴിയുമ്പോൾ 20ലേക്ക് 21ലേക്ക് 19 20ഉം കുഴപ്പമില്ല, 21ലേക്ക് വരുമ്പോൾ സ്കാൻഡിയം മുതൽ ഡി ബ്ലോക്ക് മുതൽ എഴുതാവുന്നിടത്ത് ചില തെറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ തെറ്റുകൾ നമുക്ക് എങ്ങനെ തിരുത്താം, പരീക്ഷയ്ക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ മാർക്ക് മേടിക്കാം, അങ്ങനെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യങ്ങളാണ് ഇതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രജന്റെ ഒന്നാമത്തെ മൂലകം ഹൈഡ്രജന്റെ വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാം അല്ലേ. രണ്ടാമത്തെ മൂലകമാണ് ഹീലിയം. വളരെ എളുപ്പം നമുക്ക് എഴുതാം അല്ലെ ഹീലിയത്തിന്. അപ്പം നോക്കിയേ, ഹീലിയത്തിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് He ആണോ, ഹീലിയം. നമ്മൾ എഴുതുന്നത് ഇവിടെയല്ല, പിന്നെ ഇവിടെ ആയിരിക്കും അല്ലേ, ഉണ്ടോ ഇടതുവശത്തായിട്ട്. 1s2 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എഴുതാൻ. അപ്പൊ ഇങ്ങനെ നമ്മൾ എഴുതി പോകുമ്പോൾ വളരെ എളുപ്പമുള്ളതാണ് ഹീലിയം. അതിനുശേഷം മൂന്നാമത്തെ മൂലകമാണ് ലിഥിയം, നാലാമത്തതാണ് ബെർലിയം, അഞ്ചാമത്തതാണ് ബോറോൺ, ആറാമത്തതാണ് കാർബൺ, ഏഴാമത്തതാണ് നൈട്രജൻ, എട്ടാമത്തതാണ് ഓക്സിജൻ, ഒൻപതാമത്തതാണ് ഫ്ലൂറിൻ, പത്താമത്തതാണ് നിയോൺ, 11ആണ് സോഡിയം അല്ലെ. എങ്കിൽ നമുക്ക് സോഡിയത്തിന് എഴുതി നോക്കാം. സോഡിയത്തിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് Na. 1s2 2s2 2p6 3s2 ഇവിടെ നമുക്ക് എണ്ണി നോക്കിയേ, 2 4 6 4 10. ഞാൻ എഴുതിയതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഇതല്ലേ, ഇവിടെ 10 12 എണ്ണം ഉണ്ട്. അറ്റോമിക് നമ്പർ തന്നെയാണ് ഇലക്ട്രോൺസിന്റെ എണ്ണവും. അപ്പോൾ 11 ഇതിന്റെ അറ്റോമിക് നമ്പർ. അപ്പൊ അതായിരിക്കും ഇതിന്റെ ഇലക്ട്രോൺസിന്റെ എണ്ണവും. അപ്പം 3s2 വരുമോ? ഇല്ല. എത്ര മതി? ഒരെണ്ണം മതി. അപ്പം 10 ഉണ്ടോ? 6 4 10, 6 2 8, 8 2 10, 10 1 11. എല്ലാവർക്കും ഇത് എഴുതാൻ അറിയാം അല്ലെ, വളരെ എളുപ്പമാണ്. ഇങ്ങനെ പോകുമ്പോൾ ഇതൊന്നും നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. കുറച്ചുകൂടെ നമ്മൾ എഴുതി പഠിക്കാം. കുറച്ചും കൂടെ അങ്ങോട്ട് പോകാൻ നേരത്ത് നമുക്ക് 18ാമത്തെ മൂലകത്തിലേക്ക് എത്താം. 18ാമത്തെ മൂലകം ആർഗൺ ആണ്. അത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. നിങ്ങൾ എല്ലാവരും സ്പീഡിൽ തന്നെ എഴുതും. നമുക്ക് നോക്കാം.
ആർഗൺ. 1s2 2s2 2p6 10 വരെയായി. 3s2 3p6 നമുക്ക് വേണ്ടി നോക്കാം 18 ആയോന്ന്. ഇവിടം വരെ നമുക്കറിയാം. 10 വരെ എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? നിയോൺ ആണ് അല്ലേ? 10 വരെ നിയോൺ അല്ലേ? നോക്കിക്കേ, നിയോൺ എഴുതിയിട്ടില്ല അല്ലേ? അപ്പോൾ 10 വരെ നമുക്ക് അറിയാം നിയോൺ ആണ്. 6 4 10, 10ാമത്തെ മൂലകം എന്ന് പറയുന്നത് നിയോൺ ആണ്. നമുക്ക് അവിടെ വെച്ച് വേണമെങ്കിൽ അതിനെ ഷോർട്ട് ഫോമിൽ ഒക്കെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം ചുരുക്കി എഴുതാനൊക്കെ സാധിക്കും. അതൊക്കെ നമുക്ക് തുടർന്ന് അടുത്ത ക്ലാസ്സുകളിലൊക്കെ പഠിക്കാം. എങ്കിലും നമുക്ക് ഇപ്പോൾ ഇതുവരെ നിങ്ങൾ ഓർത്തണം, ഈ 10 വരെ നിയോൺ ആണ്. അത് നിയോൺ എന്ന് പറയുന്നത് ഒരു അലസ്വവാതകമാണ്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ച് ഓർത്തിരുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. ഇപ്പോൾ 10ാമത്തെ, ഇപ്പോൾ ഹീലിയം എന്ന് പറയുന്നത് ഒരു അലസ്വവാതകമാണ്. അലസ്വവാതകങ്ങൾ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ തുടങ്ങിയ മൂലകങ്ങളാണ് അലസ്വവാതകങ്ങൾ, അല്ലെങ്കിൽ നോബിൾ ഗ്യാസ്, അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ്, അല്ലെങ്കിൽ വേറെ വാക്ക് പറയും ഉത്കൃഷ്ടവാതകങ്ങൾ. ഇങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ്. മലയാളത്തിലാണെങ്കിൽ അലസ്വവാതകങ്ങൾ അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. അപ്പം ആർഗൺ ഒരു അലസ്വവാതകമാണ്, ഉത്കൃഷ്ടവാതകമാണ്. അപ്പൊ ഇനി നമ്മൾ തൊട്ട് പോകുന്നത് 19ാമത്തെ മൂലകത്തിലേക്കാണ്. 19ാമത്തെ മൂലകമാണ്, എല്ലാവർക്കും അറിയാം, പൊട്ടാസ്യമാണ്. നമുക്ക് എഴുതി നോക്കാം. 1s2 2s2 2p6 3s2 3p6 ഇവിടെ വരെ 18 ആയി അല്ലേ? 3p6 കഴിഞ്ഞ് നമ്മുടെ ഓഫ് ബോർഡ് റൂൾ അനുസരിച്ച് 3p കഴിഞ്ഞ് അടുത്തത് വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 4s ആണ്. അപ്പോൾ ഇവിടം വരെ 18, ഇനി 19ലേക്ക് എത്തണമെങ്കിൽ ഇനി എത്ര ഇലക്ട്രോൺസും കൂടെ വേണം? ഒരു ഇലക്ട്രോൺസും കൂടെ മതി. എല്ലാവർക്കും എഴുതാൻ അറിയാം അല്ലേ? 19 അറിയാം എല്ലാവർക്കും. 20ാമത്തെ മൂലകം കാൽസ്യം. One s2 2s2 2p6 3s2 3p6 ഇവിടം വരെ 18. നമുക്ക് 20 ആണ് വേണ്ടത് അല്ലേ? 3p കഴിഞ്ഞ് അടുത്തത് വരുന്നത് 4s ആണ്. എസിന് എത്ര ഇലക്ട്രോൺസ് വരും? 2 ഇലക്ട്രോൺസ് വരും. 20ലേക്ക് എത്തി. ഇനിയാണ് നമ്മൾ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം 21ാമത്തെ മൂലകം ഡി ബ്ലോക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 21 മുതലാണ്. ഇനി എഴുതുമ്പോഴാണ് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാനത് നിങ്ങളെല്ലാവർക്കും ഹൈഡ്രജൻ വളരെ എളുപ്പത്തിൽ അറിയാവുന്നത് കൊണ്ട്, ഹീലിയം ഒക്കെ വളരെ എളുപ്പത്തിൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ അതൊന്ന് മായ്ക്കുകയാണ്. ഇരുപത്തിയൊന്നാമത്തെ മൂലകം. ഇനി തൊട്ടാണ് എഴുതുമ്പോൾ ചില കാര്യങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. 21ാമത്തെ മൂലകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സ്കാൻഡിയം 21ാമത്തെ മൂലകം. ഇത് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. 1s2 എല്ലാവരും കൂടെ ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും. 2s2 2p6 3s2 3p6 ഇവിടം വരെ 18 അല്ലേ? 18ാമത്തെ മൂലകമാണ്. 18ാമെന്ന് പറയുന്നത് ആർഗൺ ആണ്. ഇപ്പം 3p6. ഇനിയാണ് നമ്മൾ എങ്ങനെ എഴുതും അല്ലേ? ഓഫ് ബോർഡ് റൂൾ അനുസരിച്ച് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് 4s വരും അല്ലേ? 4s കഴിഞ്ഞ് അടുത്തത് ഓഫ് ബോർഡ് റൂൾ അനുസരിച്ച് വരുന്നത് 3d ആണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എസിനകത്ത് 2 ഇലക്ട്രോൺസ്, ഇപ്പോൾ 20 ആയി അല്ലേ? ഇപ്പൊ ഡിക്കകത്ത് 1 ഇലക്ട്രോൺസ്. നിങ്ങൾക്കറിയാം എസിനകത്ത് മൊത്തം എത്ര ഇലക്ട്രോൺസ് ആണ് ഉൾക്കൊള്ളുന്നത്? 2 ഇലക്ട്രോൺസ്. പിക്കകത്ത്
6 ഇലക്ട്രോൺസ്, ഡിക്കകത്ത് 10 ഇലക്ട്രോൺസ്, എഫിനകത്ത് 14 ഇലക്ട്രോൺസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് ഓക്സ്ഫോർഡ് റൂൾ അനുസരിച്ച് വളരെ ശരിയായ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്സ്ഫോർഡ് പറയുന്ന അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫോറസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ 3D കൃത്യമായ രീതിയിലാണ്. പക്ഷേ നമ്മൾ ഇത് എഴുതാൻ നേരത്ത് ഈ ഷെല്ലുകളെല്ലാം ഒരേപോലെ ആക്കിയിട്ട് നമ്മൾ എഴുതാറുള്ളൂ. ഇനി എന്താണ് കൃത്യമായിട്ടുള്ള രൂപത്തിലേക്ക് നമുക്ക് നോക്കാം. എന്താണ് ഇതിനകത്ത് വന്ന തെറ്റെന്നല്ല, നമ്മൾ എഴുതാൻ നേരത്ത് എങ്ങനെയാണ് എഴുതേണ്ടത് നമുക്ക് നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p6, 3d ഫോറസ്. ഫോറസിനകത്ത് 2 ഇലക്ട്രോൺസ്, 3dക്കകത്ത് 1. 6 4 10, 12, 12 6 18, 18 2 20, 21. ഇതിൽ നിങ്ങൾ ഏതായിരിക്കും പരീക്ഷയ്ക്ക് എഴുതുന്നത്? പരീക്ഷയ്ക്ക് വന്നിട്ട് ചോദിക്കുകയാണ് ഇതിനകത്ത് ഏതാണ് ശരി. അപ്പൊ നമ്മൾ എഴുതാൻ നേരത്ത് ഇപ്പോൾ ശ്രദ്ധിച്ചോണം, നമ്മൾ എഴുതാൻ നേരത്ത് നമ്മൾ ഈ രണ്ടാമത് എഴുതിയിരിക്കുന്ന മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ഷെല്ലുകളെല്ലാം ഒരേപോലെ വരണം. ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഓർത്തിരുന്നോണം. നമ്മൾ ഓക്സ്ഫോർഡ് അനുസരിച്ച് ഓക്കെയാണ്, ഫോറസ് കഴിഞ്ഞിട്ടാണ് എനർജി ലെവൽ ഡയഗ്രാം ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് വെച്ച് നോക്കുവാണെങ്കിൽ ഫോറസ് കഴിഞ്ഞിട്ടാണ് 3D വരുന്നത്. ശരിയായ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓരോന്നിൻ്റെയും എങ്ങനെയാണ് എനർജി കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ കഴിഞ്ഞ മുൻപത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതിന് ശേഷം ഇത് തൊട്ടടുത്ത വന്നിരിക്കുന്നൊരു കാര്യമാണ്. നോക്കിയേ എങ്ങനെയാണ്. അപ്പം നമ്മൾ ഈ ഷെല്ലുകളെല്ലാം ഇപ്പൊ 3s ഉണ്ടാവും. ഇത് മൂന്നാമത്തെ ഷെൽ എന്ന് പറയുന്നത് എം ഷെല്ല്. എം ഷെല്ലിനകത്ത് വരുന്ന സബ്ഷെല്ലുകളാണ്. 3s ഉണ്ട്, 3p ഉണ്ട്, 3d. പക്ഷെ ഈ കേസിൽ നോക്കിയേ 3p കഴിഞ്ഞിട്ട് 4ാമത്തെ ഷെല്ല് വരുന്നതാണ് ഫോറസ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് 3d ഉണ്ടോ. അപ്പൊ ഈ ഷെല്ലുകളെല്ലാം ഒരേപോലെ കിടക്കാൻ വേണ്ടി നമ്മൾ ഈ 3d എങ്ങോട്ട് മാറ്റി? പുറത്തോട്ട് മാറ്റി. ഫോറസിനെ എന്ത് ചെയ്തു? മാറ്റി എഴുതി. ഇതാണ് ഇതിനകത്തെ വ്യത്യാസം. അപ്പൊ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നിങ്ങൾ ശരിയായ മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പരീക്ഷയ്ക്ക് എഴുതാൻ പാടുള്ളൂ, ഇത് എഴുതാൻ പാടില്ല. ഇത് തെറ്റാന്നല്ല, പല കുട്ടികളും ഞാനിത് കണ്ടിട്ടുണ്ട്. പല കുട്ടികളോടും സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം അവരുടെ നോട്ട്ബുക്കിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഫോറസ് കഴിഞ്ഞിട്ട് 3D എഴുതാറുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ മിക്ക കുട്ടികളും വരുത്തുന്നത് തെറ്റാണ്. നിങ്ങളത് ഒരിക്കലും വരുത്താൻ പാടില്ല. പരീക്ഷയ്ക്ക് നിങ്ങളുടെ മാർക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ ശരിയായ മെത്തേഡിൽ തന്നെ പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ചിന്തിക്കാതെ നേരെ അങ്ങ് എഴുതി വെക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? കുട്ടികളുടെ ഞാൻ എഴുതിയിട്ടുണ്ട് കൃത്യമായ എല്ലാം എഴുതി. പരീക്ഷ കഴിഞ്ഞ് വരുമ്പം ഞാൻ എഴുതിയിരിക്കുന്നത് ശരിയാണ് എന്ന് പറഞ്ഞു വരും. പരീക്ഷയ്ക്ക് മാർക്ക് പോകും. അപ്പം ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഇതിനകത്തെ ശരിയായ ഉത്തരത്തിലേക്ക് നമുക്ക് വരാം. ഇതാണ് ശരിയായ ഉത്തരം അല്ലേ? 1s2, 2s2, 2p6, 3s2, 3p6, 3d കഴിഞ്ഞിട്ട് ഉള്ളൂ. നമ്മൾ എഴുതാൻ നേരത്ത് 3d കഴിഞ്ഞിട്ടേ ഉള്ളൂ ഫോറസ് എഴുതുകയുള്ളൂ. കണ്ടോ? അപ്പൊ ഷെല്ലുകളെല്ലാം കണ്ടോ? ഒന്നാമത്തെ ഷെല്ല് അവിടെ നിന്ന്, രണ്ടാമത്തെ ഷെല്ലിലുള്ള 2s 2pയും ഒരുമിച്ചാണ് കിടക്കുന്നത്. മൂന്നാമത്തെ ഷെല്ലിൽ 3 പേരുണ്ട് അല്ലെ? 3s 3p 3d ഫോറസ് കണ്ടോ? ഇനി 4ാമത്തെ ഷെല്ലിൽ വരുന്ന ഫോറസ് കണ്ടോ? അവരും മാറിയാണ് കിടക്കുന്നത് കണ്ടോ? അപ്പൊ ഷെല്ലുകളെല്ലാം ഒരേപോലെ വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ രീതിയിലേക്ക് എഴുതാൻ നേരത്ത് ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. നമ്മൾ ഈ 21ാമത്തെ മൂലകത്തെ നമ്മൾ ഒന്നുകൂടെ ഞാൻ ഇങ്ങോട്ട് വൃത്തിയായിട്ട് എഴുതാം.
1s2, 2s2, 2p6, 3s2, 3p6. ഇനി നിങ്ങൾ നേരെ പെട്ടെന്ന് പറഞ്ഞോണം, ഉടനെ എഴുതി പോകണം. 3D 4s എന്ന് എഴുതണം. എന്നിട്ട് ഫിൽ ചെയ്യുമ്പോൾ കൊണ്ട് 4sന് ഫിൽ ചെയ്യണം. എസിനകത്ത് എപ്പോഴും 4s കഴിഞ്ഞിട്ടാണ് 3ഡിയിലേക്ക് വരുന്നത്. 4sനകത്ത് എസിനകത്ത് ഇലക്ട്രോൺസ് ആണ് നിങ്ങൾ എല്ലാവർക്കും അറിയാം, 2 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ 18, 3p6 വരെ എത്രയാണ്? 18 ആണ്. ഇനി നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇവിടം വരെ എപ്പോഴും എണ്ണി നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 3p6 കണ്ടാൽ നിങ്ങൾ ഓർത്തിരുന്നോണം, അത് 3p6 വരെ കണ്ടാൽ എത്രയായിരിക്കും? 18. അപ്പോൾ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് എണ്ണി റിപ്പീറ്റ് ചെയ്യേണ്ടത്. അതാണ് അതിനകത്തൊരു എളുപ്പ വഴി എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് നമ്മൾ 1, 2, 4, 6 അങ്ങനെ 10, 18 വരെ ഇങ്ങനെ എണ്ണി എടുക്കേണ്ട ആവശ്യമില്ല. 3p6 വരെ 18. 18 2 20. പിന്നെ എത്ര ഇലക്ട്രോൺസ് വേണം നമുക്ക് വേണ്ടത്? അറ്റോമിന് നമ്പർ എത്രയാണ്? ഇലക്ട്രോൺസ് എണ്ണം എത്രയാണ്? 21 ആണ് അല്ലേ? അപ്പോൾ 18 2 20 ആയി. ഇനി എത്ര ഇലക്ട്രോൺസ് കൂടെ വേണം? ഒരു ഇലക്ട്രോൺസും കൂടെ 21. ഇനി നമുക്ക് നോക്കാം 22ാമത്തെ മൂലകം ടൈറ്റാനിയം. ടൈറ്റാനിയം എഴുതുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ തന്നെ എഴുതി പോകാം. 1s2, 2s2, 2p6, 3s2, 3p6, 3d 4s ഇങ്ങനെ എഴുതുക. അതിനുശേഷം 3p6 വരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 18 ആണ് അല്ലേ? ഏറ്റവും എത്രയായിരിക്കും? 18. മേലേക്ക് നിങ്ങൾ ഇത്രയും എണ്ണി നോക്കേണ്ട ആവശ്യമില്ല, 18 ആണ്. 18 നമ്മൾ 4sന് എത്ര ഇലക്ട്രോൺസ് വരും? 2 ഇലക്ട്രോൺസ് അല്ലേ? അറിയാവുന്നതാണ്. എസ് എവിടെ കണ്ടാലും നിങ്ങൾ എത്ര എഴുതും? 2. അപ്പോൾ 18 2 20. നമുക്ക് വേണ്ട എത്രയാണ്? ടൈറ്റാനിയം 22 ആണ് അല്ലേ? നമുക്ക് വേണ്ടത് ഇനി 2 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മതി. അപ്പോൾ ഡിക്ക് നമ്മൾ എത്ര കൊടുത്തു? 2 കൊടുത്തു. അടുത്തത് 23 വനേഡിയം. One s2, 2s2, 2p6, 3s2, 3p6, 3d 4s. 3p6 വരെ 18. എസിന് 2 ഇലക്ട്രോൺസ് കൊടുത്ത് 18 2 20. പോയിട്ട് ഡിക്ക് എത്ര ഇലക്ട്രോൺസ് ആവും? ഇവിടം വരെ 20 ആയി. 20 പോയിട്ട് നമുക്ക് എത്രയാണ് വേണ്ടത്? 23 ആണ് അല്ലേ? അപ്പോൾ 3 ഇലക്ട്രോൺസ്. നമുക്ക് അടുത്ത 24 ക്രോമിയത്തിലേക്ക് പോവാം. ഇതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാനൊന്ന് വായിക്കുകയാണ്. One s2, 2s2, 2p6, 3s2, 3p6, 3d 4s. നമുക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് നോക്കാം. 3p6 വരെ 18, 18 2 20. പോയിട്ട് എത്രയാണ്? 4 അല്ലേ? 24 നമ്മൾ അല്ലേ? 24 വരണം. അപ്പോൾ 4 ഇലക്ട്രോൺസ് ഉണ്ട്. ഇങ്ങനെയായിരിക്കും എല്ലാ കുട്ടികളും തന്നെ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ വരുത്താവുന്ന ചില തെറ്റാണ്, പല കുട്ടികളും കണ്ടിട്ടുണ്ട്. എന്താണ്? ഡിക്കകത്ത് കൊണ്ട് 4 ഇലക്ട്രോൺസിനെ കൊടുക്കും. പല പേപ്പറുകളിലും പല നോട്ട്ബുക്കിലും സ്ഥിരമായി കാണുന്നൊരു തെറ്റാണ്. പഠിച്ചു വെച്ചിരിക്കുന്നത് ഓർഡറിൽ ഡി ഇലക്ട്രോൺസിന്. പക്ഷേ ഡിക്കകത്ത് ഒരിക്കലും 4 ഇലക്ട്രോൺസ് വരത്തില്ല. എന്താണ് 4 ഇലക്ട്രോൺസ് വരാൻ പറ്റാത്തത്? 4 ഇലക്ട്രോൺസ് വന്നാൽ അതിന് സ്റ്റെബിലിറ്റി, സ്ഥിരത കൈവരിക്കാൻ സാധിക്കത്തില്ല. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് +1 ചെല്ലുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ പഠിക്കാം. ഇപ്പം നിങ്ങൾ ഓർത്തിരിക്കുക, സ്ഥിരത കൈവരിക്കാൻ പറ്റില്ല. ഡിക്കകത്ത് 4 ഇലക്ട്രോൺസ് ഉൾക്കൊള്ളത്തില്ല. അപ്പം എന്ത് ചെയ്യും? നമുക്ക് നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p6, അതേപോലെ തന്നെ 3d 4s. ഡിക്കകത്ത് 4 ഇലക്ട്രോൺസ് പറ്റില്ല.
ഡിക്കകത്ത് 4 പറ്റത്തില്ല. 3 നമുക്കിപ്പം കൊടുക്കാനും പറ്റുമോ? ഇല്ല, ഓൾറെഡി 3 നമ്മൾ ചെയ്തു പോയി. ഇപ്പം എന്ത് ചെയ്യും? ഇപ്പം ഡിക്കകത്ത് 4 പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ എസിനകത്ത് നിന്ന് ഒരു ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഡിക്കകത്ത് 5 കൊടുക്കാം. അപ്പോൾ എസിനകത്ത് എത്രയാവും? 1. ഇതിനകത്ത് 1 കൊടുത്തല്ലോ. അപ്പോൾ ഇനി നമ്മൾ എണ്ണി നോക്കിക്കേ. ഇവിടെ വരെ 18 അല്ലേ? 3p6 വരെ 18. 18 1 19. 19 5 24 ഉണ്ടോ? 19 1 20 അല്ലേ? 18 18 1 19 19 5 24. ഇതാണ് ശരിയായ രീതി. ക്രോമിയത്തിന്റെ ശരിയായ സബ്ഷെൽ ഇലക്ട്രോൺ രീതിയാണിത്. ഇത് നിരവധി പ്രാവശ്യം അല്ലെ, നിരവധിയായിട്ട് കുട്ടികൾ വരുത്തുന്ന തെറ്റാണ്. ശ്രദ്ധിക്കാതെ പെട്ടെന്ന് അങ്ങ് എഴുതി വെക്കും. അപ്പം ഓർത്തിരിക്കണം, ഡിക്കകത്ത് 4 ഇലക്ട്രോൺസ് വരത്തില്ല. ഇനി നമുക്ക് നോക്കാം തൊട്ടടുത്ത ഇതിലേക്ക്. അപ്പൊ ഇതിനെ ഒന്ന് ശരിയാക്കി നമുക്ക് കൃത്യമാക്കി എഴുതാം. One s2, 2s2, 2p6, 3s2, 3p6, 3d4s. 24 എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ക്രോമിയമാണ്. ക്രോമിയത്തിന്റെ പ്രത്യേകത 24. നമുക്ക് ഓർത്തിരിക്കാനുള്ള കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ക്രോമിയം 24 4 വരത്തില്ല. എവിടെ? ഡി എന്ന് പറയുന്ന സബ്ഷനിൽ 4 വരുമോ? ഇല്ല. പകരം നമുക്ക് എത്ര എഴുതാം? 5 എഴുതാം അല്ലേ? ആദ്യം കൊണ്ട് ഇവിടെ കൊടുത്തോണം. എസിന് 1 ഇലക്ട്രോൺസ് കൊടുത്ത ശേഷം ഇവിടെ ഡിയിലേക്ക് 5 എഴുതുക. ക്രോമിയത്തിന്റെ പ്രത്യേകത കണ്ടോ, എളുപ്പത്തിൽ ഓർത്തിരിക്കാം. ക്രോമിയത്തിനകത്ത് 4 എന്ന് പറയുന്ന നമ്പർ, 4 ഇലക്ട്രോൺസ് ഒരിക്കലും ഡി എന്ന് പറയുന്ന സബ്ഷനകത്ത് വരത്തില്ല. ഓർത്തിരിക്കണം, നന്നായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് പരീക്ഷയ്ക്ക് നമ്മൾ എല്ലാവരും തന്നെ കൺഫ്യൂഷൻ അടിപ്പിക്കാൻ വേണ്ടി അവർ ചോദിക്കും ശരിയായ രീതി ഏത്? ഡിക്കകത്ത് 4 കൂടെ തന്നിട്ട് ചോദിക്കും ഇതിനകത്ത് ക്രോമിയത്തിന്റെ ശരിയായ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഏതാണ്? അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്തു പോകാം. ഓർത്തിരുന്നോണം, ഡിക്കകത്ത് 5 വരുള്ളൂ. അപ്പോൾ എന്താണ് ഇവിടുത്തെ വ്യത്യാസം എന്നൊക്കെ നമ്മൾ തൊട്ടടുത്ത 25ാമത്തെ മൂലകമായ മാംഗനീസ് എഴുതുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. നോക്കൂ, 1s2, 2s2, 2p6, 3s2, 3p6, അതേപോലെ തന്നെ 3d4s. അങ്ങനെ തന്നെ എഴുതി പോകണം. 3p6 കണ്ടോ, ഇവിടെ വരെ എത്രയാണ്? 18. 3p6 വരെ എത്രയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എത്രയാണ്? 3p6 വരെ 18 ആണ്. 18ഉം ഇവിടെ നമുക്ക് നോക്കാം അല്ലേ. 18ഉം 2ഉം കൊടുത്തു, 20ആയി. 18 2 20, 25 വേണം അല്ലേ? 5 കൊടുക്കാം. എന്താ രണ്ടും തമ്മിലുള്ള ചെറിയ വ്യത്യാസം കണ്ടോ? എസിനകത്ത് ഇത് 1 ഇലക്ട്രോൺസ്, ഇത് എസിനകത്ത് 2 എണ്ണം വന്നു അല്ലേ? ഡി രണ്ടും എന്താണ്? സെയിം ആണ്. മൈന്യൂട്ട് ആയിട്ടുള്ള വ്യത്യാസമേ ഉള്ളൂ ക്രോമിയവും മാംഗനീസും തമ്മിൽ. കണ്ടോ, അത് 4 എസിനകത്ത് 1 ഇലക്ട്രോൺസ്, ഇതിനകത്ത് 2 ഇലക്ട്രോൺസ്. അപ്പം തെറ്റിപ്പോകരുത്. ക്രോമിയവും മാംഗനീസും തമ്മിൽ തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ നിങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഇതിനകത്ത് ഒരു ബോക്സിനകത്ത് ഇട്ടേക്കണം. ഇത് എഴുതുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് തൊട്ടടുത്തിലേക്ക് പോകാം. 26ാമത്തെ മൂലകം Fe, അയൺ. ഞാനിതിൻ്റെ എല്ലാം കെമിക്കൽ ഫോർമുല മാത്രമേ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ അപ്പോൾ സ്കാൻഡിയോ എന്ന് തന്നെ അല്ലെങ്കിൽ Fe അയൺ എന്ന് തന്നെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം. 1s2, 2s2. ഞാൻ എഴുതുമ്പോഴെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട് 1s2, 2s2 ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പം നിങ്ങളും അതുപോലെ തന്നെ എഴുതുമ്പോൾ എപ്പോഴും ഇതിങ്ങനെ എടുത്ത് പറയുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ ഓർമ്മയിൽ അത് പങ്കി നിൽക്കും. 2s2, 2p6 കണ്ടോ, 2s കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് 2p ആണ്. 2p കഴിഞ്ഞ് അടുത്ത് വരുന്നത് 3s ആണ്. അപ്പോൾ 3s2, അപ്പോൾ 3p6. ഇവിടം വരെ നമുക്ക് സ്പീഡിൽ എഴുതി പോവാം. ഒരിക്കലും തെറ്റത്തില്ല. കാരണം ഈ മൂലകത്തെ നിങ്ങൾ ഓർത്തോണം, 3p6 വരുന്ന മൂലകം ഏതായിരിക്കും? ആർഗൺ ആയിരിക്കും അല്ലേ? അതൊരു അലസവാതകമാണ് 3p6. അതിനുശേഷം നമുക്ക് എളുപ്പത്തിൽ എഴുതാം 3d4s.
എസിന് 2 ഇലക്ട്രോൺസ് കൊടുത്തു. അപ്പോൾ 18 2 20 പോയിട്ട് നമുക്ക് വേണ്ടത് 26 അല്ലേ? അപ്പോൾ 6 ഇലക്ട്രോൺസ്. വയന്റെ സബ്സ്റ്റൽ ഇലക്ട്രോൺ ഞാൻ ചെയ്താണ്. 27 കൊബാൾട്ട്. ഇതെന്ന് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. 1s2 2s2 2p6 3s2 3p6 പെട്ടെന്ന് പറയും 3d4s അല്ലേ? അപ്പോൾ എസിന് 2 ഇലക്ട്രോൺസ് കൊടുത്തു. അപ്പോൾ 18. 3p6 എത്രയാണ്? എണ്ണി നോക്കണ്ട. 3p6 വരെ 18 ആണ്. 18 2 20. നമുക്ക് വേണ്ടത് 27 ആണ് അല്ലേ? 47 ഇട്ട് കൊടുത്താൽ മതി. അടുത്തത് 28ാമത്തെ മൂലകത്തിലേക്ക് എത്തിയിരിക്കുന്നു. 28ാമത്തെ മൂലകം എന്താണ്? നിക്കലാണ്. 1s2 നിക്കൽ കേട്ടോ. 1s2 2s2 2p6 3s2 3p6 3d4s. ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് എസ് ഫില്ല് ചെയ്ത് വരാം അല്ലേ? ഇവിടം വരെ എന്താണ്? 18 2 20. നമുക്ക് വേണ്ടത് 8 ഇലക്ട്രോൺസ് കൂടെ വേണം അല്ലേ? അപ്പം ഡിക്കകത്ത് മൊത്തം എത്ര ഇലക്ട്രോൺസ് കൊള്ളും? 10 ഇലക്ട്രോൺസ് കൊള്ളും. പിന്നെ എത്ര ഇട്ട് കൊടുത്താൽ മതി? 8 കൊടുത്താൽ മതി. സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ മെഴുകി തൂക്കുകയാണ്. ാമത്തെ മൂലകത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. 21ാമത്തെ മൂലകമാണ് കോപ്പർ. നോക്കാം. 1s2 2s2 2p6 3s2 3p6 3d4s അല്ലേ? അപ്പം അതുപോലെ നമുക്ക് 4sന് 2 ഇലക്ട്രോൺസ് കൊടുക്കുന്നു. ഡിക്ക് അല്ലേ? അപ്പം നോക്കിയാൽ 18 2 20. നമുക്ക് വേണ്ടത് 29 അല്ലേ? പോയിട്ട് എത്രയായിരിക്കും? നമ്മൾ 9 ആണ് അല്ലേ? ഇവിടെയും നമ്മൾ നേരത്തെ കണ്ട ഒരു പ്രശ്നം, ഡി എന്ന് പറയുന്ന സബ്ഷനിൽ ക്രോമിയത്തിന്റെ കേസിൽ 4 വരത്തില്ലായിരുന്നു അല്ലെ? ഇവിടെ ഡിക്കകത്ത് 9 വരില്ല. ഡിക്കകത്ത് 9 വരില്ല. ഡി എന്ന് പറയുന്ന സബ്ഷനിൽ 9 ഇലക്ട്രോൺസ് ഒരിക്കലും ഫില്ല് ചെയ്തില്ല. കാരണം അതിന് സ്റ്റെബിലിറ്റി കൈവരിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ എഴുതാവുന്ന. 1s2 2s2 2p6 3s2 3p6 3d4s. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ എസ് എന്നാണ് നമ്മളൊന്ന് കടം കൊടുക്കുന്നത് അല്ലെ? 9 പറ്റത്തില്ല, പക്ഷെ 10 പറ്റും. നമുക്ക് 8ലേക്ക് പോകാനും പറ്റത്തില്ല. കാരണം 8ാമത്തെ കൊടുക്കുമ്പോൾ ആരാവും? അത് നിക്കലാവും അല്ലേ? അപ്പൊ നമുക്ക് ഒരു ഇലക്ട്രോൺസിനെ അങ്ങോട്ട് കൊടുക്കുക അല്ലേ? ഉണ്ടോ? 2 1 ഇലക്ട്രോൺസിനെ അങ്ങോട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ 10. ഇതാണ് ശരിയായ രീതി. കോപ്പറിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഡിക്കകത്ത് കണ്ടോ? കോപ്പർ 29. കോപ്പർ 29 9 വരില്ല. കണ്ടോ? കോപ്പർ 29 അറ്റോമിക് നമ്പർ ഉള്ള ഈ മൂലകത്തിൽ 29ാമത്തെ മൂലകമായ കോപ്പറിനകത്ത് 9 വരില്ല. 9 വരാത്തത് എന്തുകൊണ്ടായിരിക്കും? അതിന് സ്ഥിരത കൈവരിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. ഇത് മിക്ക കുട്ടികളും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറയുമ്പോൾ അവർ ഇത് തെറ്റിച്ചു നോക്കും. ഇവിടെയൊക്കെയാണ് നമ്മുടെ ചില A+ വരുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പുസ്തകത്തിലുണ്ട്, എങ്കിൽ പുസ്തകത്തിലുള്ള കാര്യം തന്നെയാണ്. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. പരീക്ഷയ്ക്ക് വളരെ അശ്രദ്ധമായിട്ട് ഇത് എഴുതി വെക്കും. കാരണം എഴുതുന്ന ആ സ്പീഡിൽ അങ്ങ് പോകും. നമ്മൾ ഡിക്കകത്ത് 9 ഇട്ടങ്ങ്. ഡി എന്ന് പറയുന്നതിനകത്ത് 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇപ്പം കണ്ടോ? ഡിക്കകത്ത് 4 വരില്ല, 9 വരില്ല. അങ്ങനെ ഒന്ന് ശരിയാക്കി ഇങ്ങോട്ട് കൃത്യമായിട്ട് ഞാൻ എഴുതാം. One s2 2s2 2p6 3s2 3p6 3d4s. ഡി എന്ന് പറയുന്ന സബ്ഷനിൽ 9 ഇലക്ട്രോൺസ് വരത്തില്ല അല്ലേ? അപ്പം നമ്മൾ 4sനകത്ത് 2 സാധനം കൊടുക്കുന്നു. 1 കൊടുത്തു ഈ ഒരയിൽ, ബാക്കിയുള്ള 1 ഇലക്ട്രോൺസിനെ ഡിക്ക് കൊടുത്തു. അപ്പം ഡി എത്രയായി? 10. നമുക്ക് നോക്കാം. 3p6 എത്രയാണ്? 18 ആണ്.
3p6 ആർഗണാണ്, ഒരു അലസവാതകമാണ്, ഓർത്തിരിക്കണം. 18 18 1 19 അല്ലേ? 19 10 എത്രയാണ്? 29. കണ്ടോ? ഇതാണ് ശരിയായ രീതി. പരീക്ഷയ്ക്ക് നമ്മൾ കൃത്യമായി തന്നെ എഴുതാൻ ശ്രമിക്കുമല്ലോ. ഇനി നമ്മൾ 30ാമത്തെ മൂലകത്തിലേക്ക് എത്തുകയാണ്. 30ാമത്തെ മൂലകമാണ് സിങ്ക്. 1s2 2s2 2p6 3s2 3p6 3d 4s. എളുപ്പത്തിൽ എഴുതാം അല്ലേ? ഇവിടെ എസിനകത്ത് എത്ര ഇലക്ട്രോൺസ്? 2 അല്ലേ? 18 2 20. ഇനി പോയിട്ട് എത്രയായിരിക്കും 30ലേക്ക് വരാൻ? 10. ഉണ്ടോ? രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഈ കോപ്പറും സിങ്കും തമ്മിൽ. ഇവിടെ ഒരു ഇലക്ട്രോൺസിനേക്കാളും എന്താണ്, ഒരു ഇലക്ട്രോൺസിന്റെ കൂടുതലാണ് അല്ലേ? അപ്പൊ ഇത് നിങ്ങൾ ഒന്ന് ബോക്സിനകത്തിട്ട് പഠിക്കുന്നത് നല്ലതാണ്. ഇത് രണ്ടും ഒരു സെപ്പറേറ്റ് കളറൊക്കെ കൊടുക്കണം, നല്ലതാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കുമായിരിക്കും. പിന്നെ ഒരു സെപ്പറേറ്റ് കളറൊക്കെ കൊടുത്ത് ഇതിനെ ഒന്ന് മറ്റേതിൽ നിന്ന് സ്പെഷ്യലാക്കി എന്ന് വെച്ചേക്കണം. കാരണം പരീക്ഷയ്ക്ക് നിങ്ങൾ അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങളാണ്. ഇപ്പം നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ വരുത്താവുന്ന തെറ്റുകളെ പറ്റിയാണ് സംസാരിച്ചത്. അപ്പോൾ ഏറ്റവും മെയിനായിട്ട് ഡി സബ്ഷെല്ലിൽ 4 ഇലക്ട്രോൺസും 9 ഇലക്ട്രോൺസും വരില്ല എന്ന് നമ്മൾ പഠിച്ചു. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഡി ബ്ലോക്ക് വരുമ്പോഴാണ്. ഡി എന്ന് പറയുന്നത് അല്ലേ, 3D ഡി എന്ന് പറയുന്ന സബ്ഷെല്ലൊക്കെ എഴുതാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് അതിനകത്ത് ഇലക്ട്രോൺസിനെ കൊടുക്കാൻ പോകുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയുള്ള പി ഇലക്ട്രോൺസ് വരെ ഒന്നും ഈ പ്രശ്നമില്ലായിരുന്നു. ഡി എഴുതുമ്പോഴാണ് ഈ പ്രശ്നത്തിലേക്ക്